ഹായ് ഗൈസ്, നമുക്കിന്ന് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതിന് പറയുന്ന പേരാണ് പിൻവീൽ കോസ്റ്റർ എന്ന് കേട്ടോ. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, ബിഗിനേഴ്സിനൊക്കെ വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ ഈ മൂന്ന് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നില്ല. കളർ ചേഞ്ച് ചെയ്യാണ്ട് സിംഗിൾ കളറിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ചിലർ എല്ലാ വീലിലും, അതായത് എല്ലാ ലീഫും പല ഡിഫറെൻറ്റ് കളർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചിലർ 2 കളർ വെച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ബ്യൂട്ടിഫൈ ചെയ്യാൻ തോന്നുന്നത് അതേപോലെ കളർ ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ 3 കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഏത് നൂലാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ വൈൻഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലേബിൾ മാറ്റിയായിരുന്നു. ഇതാണ് അതിൻ്റെ ലേബിൾ. ഞാൻ കോട്ടൺ സിൽക്ക് മിക്സിലുള്ള യാണാണ് യൂസ് ചെയ്യുന്നത്. ഇതേ 77% കോട്ടനും 23% സിൽക്കുമാണ്. 50 ഗ്രാമേ ഉള്ളൂ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 5 കോസ്റ്റർ ഓൾറെഡി ഇത് വെച്ചിട്ടുണ്ടാക്കി. എന്നിട്ടും ദേ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഇതിൽ 3 കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡഡ് സൈസ് 4 mm ഞാൻ പക്ഷേ 3.5 mm ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൈറ്റ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കളർ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ്. സ്ലിപ്പ് നോട്ടും 10 ചെയിനും വെച്ചിട്ടാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതേ സ്ലിപ്പ് നോട്ട് ഫസ്റ്റ് തന്നെ ഇട്ടു. അതിനുശേഷം 10 ചെയിനാണ് ഇടാൻ പോകുന്നത്. ഞാൻ 10 ചെയിൻ ഇട്ടു കേട്ടോ. 10 ചെയിൻ ഇട്ടിട്ട് ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് ചെയിൻ വിട്ടിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷിക്ക് ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ടാണ് പുൾ ത്രൂ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന 3 ലൂപ്പിൽ കൂടെയും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പുൾ ത്രൂ ചെയ്യുന്നു. സെയിം തന്നെ സെക്കൻഡ് ചെയിനിലോട്ടും ഞാൻ പിന്നെയും ഹാഫ് ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, എന്നിട്ട് പിന്നെയും യാൺ ഓവർ ചെയ്ത് ഈ 3 എണ്ണത്തിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ചെയിനിലും സെക്കൻഡ് ചെയിനിലും ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം വിട്ടിട്ടാട്ടോ ചെയ്തത്. അതായത് സെക്കൻഡ് ചെയിൻ മുതലാണ് ചെയ്തു തുടങ്ങിയത്. നെക്സ്റ്റ് ചെയിനിലോട്ട് ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത ചെയിനിലോട്ട് ഡബിൾ ക്രോഷ്യ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ആ ചെയിനിൽ 2 വട്ടം ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 2 സെക്കൻഡ് ഡബിൾ ക്രോഷ്യയും ആ സെയിം ചെയിനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രബിൾ ക്രോഷ്യയാണ്. അതായത് നെക്സ്റ്റ് ചെയിനിലോട്ട് ട്രബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ട്രബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വട്ടം യാൺ ഓവർ ചെയ്യുക. ഡബിൾ ക്രോഷ്യ പോലെ തന്നെ പക്ഷേ 3 വട്ടം 2 പെയർ ലൂപ്പിൽ പുൾ ത്രൂ ചെയ്യാനുള്ള യാൺ ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഒരു വട്ടം ട്രബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയിനിലോട്ട് ട്രബിൾ ക്രോഷ്യ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ട്രബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. അതായത് ഒരേ ചെയിനിലോട്ട് 2 വട്ടം ട്രബിൾ ക്രോഷ്യ ചെയ്യാണ് കേട്ടോ. റൈറ്റ്, അത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മൾ ട്രബിൾ തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സിംഗിൾ ട്രബിള്. അതിൻ്റെ തൊട്ടടുത്ത ചെയിനിലോട്ട് പിന്നെയും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ട്രബിൾ ക്രോഷ്യ തന്നെ പക്ഷെ 2 വട്ടം നെക്സ്റ്റ് ചെയിനിലോട്ട് ചെയ്യും. ഞാൻ താഴെ കാണിക്കുന്ന പാറ്റേൺ ഫോളോ ചെയ്താൽ മതിയേ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ മിക്സ് ഓഫ് സ്റ്റിച്ചസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഒരൊറ്റ ചെയിനേ ബാക്കിയുള്ളൂ. അതിൽ ഒരു വട്ടം ട്രബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. റൈറ്റ്, അപ്പോൾ ആ ഒരു ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഫോമായി കണ്ട ഒരു പിൻ വീലിൻ്റെ ഒരു ലീഫ് പോലെ ഫോമായി. ഇനി നമ്മൾ സെയിം ഇതിൽ തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിൻ 1 ഹൈറ്റ് ഇട്ടു നെക്സ്റ്റ് റോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഇപ്പം നമുക്ക് 12 ചെയിനാണ് അല്ലെങ്കിൽ 12 സ്റ്റിച്ചസ് ആണ് നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ വന്നത്. എല്ലാ 12 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. ഇപ്പം 12ൽ ഞാൻ സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഇവിടെ അടുത്ത കളർ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പുൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ എടുക്കണം. അതിന് പകരം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ നമ്മൾ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുന്നുണ്ടല്ലോ ഈ 2 ലൂപ്പിൽ കൂടെ, അത് ഞാൻ വൈറ്റിൽ ചെയ്യാണ്ട് അതിന് പകരം ഞാൻ അവിടെ തന്നെ ഈ ബ്ലൂ ഇൻസേർട്ട് ചെയ്യാണ്, ഈ ലൈറ്റ് ബ്ലൂ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഞാൻ പുൾ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ആ സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആവുകയും ചെയ്തു, എന്നാൽ അതൊരു ലോക്ക് ചെയ്ത് ഇൻസേർട്ടായി. ഇനി നമുക്ക് നെക്സ്റ്റ് റോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ എല്ലാ റോയും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ ഹൈറ്റ് വേണ്ടത് സിംഗിൾ ചെയിൻ ആട്ടോ. അപ്പം ഞാൻ ഇതിലും സിംഗിൾ ചെയിൻ ഇട്ടു. എന്നിട്ട് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കി വരുന്ന നൂലുണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യണതിന് മുന്നേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന റോ ഉണ്ടല്ലോ ആ റോയിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൂട്ടാണ്. അപ്പോൾ എനിക്ക് പിന്നെ ലാസ്റ്റ് സ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഒത്തിരി കളർ വെച്ചിട്ടുള്ളത് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് സ്യൂ ചെയ്യാനുള്ളൊരു ടൈം സേവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പ് പുള്ളിയാണ്. അപ്പോൾ ഒരു ചെയിൻ ഹൈറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ ബാക്ക് ലൂപ്പ് പുള്ളി ഫസ്റ്റ് ചെയിനിൽ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പ് പുള്ളി. അപ്പോൾ നമ്മൾ കണ്ടോ, അപ്പോൾ ഈ ഒരു ചെയിനിൽ കൂടെ എടുത്തത് കൂടാണ്ട് ഞാൻ ഈ ഒരു 2 ലെഫ്റ്റ് ഓവർ യാണില്ലേ അത് കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് ലൂപ്പ് പുള്ളി സിംഗിൾ ക്രോഷ്യയാണ്, അപ്പോൾ അതിൻ്റെ കൂടെ സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഓക്കെ, ബാക്ക് ലൂപ്പ് പുള്ളി സിംഗിൾ ക്രോഷ്യ ചെയ്തു. അതിനുശേഷം പിന്നെയും നെക്സ്റ്റ് ചെയിനിലും ബാക്ക് ലൂപ്പ് പുള്ളി സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ 2 യാൺ ഇങ്ങനെ കൂടെ കൂട്ടണ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഒരു സ്റ്റിച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പാറ്റേൺ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിൽ ബാക്ക് ലൂപ്പ് പുള്ളി സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം അടുത്തതിൽ ബാക്ക് ലൂപ്പ് പുള്ളി ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. പിന്നെയും നെക്സ്റ്റ് ചെയിനിൽ ഡബിൾ ക്രോഷ്യ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ 2 വട്ടാട്ടോ ചെയ്യേണ്ടത്. 1 2. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഓൾറെഡി ഇതിവിടെ ഈ 2 പാനലും ഈ 2 സ്റ്റിച്ചും സെക്യൂർ ആയി. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിവിടെ ഇപ്പം തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാവരും കൂടെ ചേർത്തിട്ട് കട്ട് ചെയ്താൽ മതി. നമുക്കിപ്പോൾ അറിയാലോ അത് ഓൾറെഡി സെക്യൂർഡ് ആണെന്നുള്ളത്. ഞാൻ ഈ വൈറ്റ് യാൺ ആൻഡ് ബ്ലൂ യാൺ രണ്ടും ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, ഈ സിൽക്കി കൂടെ ആക്ച്വലി കത്രിക ഓടിക്കാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് വണ്ണിലോട്ട്, അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ഇൻക്രീസിലാണ് നമ്മളിവിടെ നിർത്തിയത്. നെക്സ്റ്റ് വണ്ണിലോട്ട് ഇതെല്ലാം ബാക്ക് ലൂപ്പ് ഉള്ളിയാണ്. നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. റൈറ്റ്, ഇനി അടുത്തതിൽ 2 ട്രിപ്പിൾ ക്രോഷ്യ, അതായത് ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. 1 2. റൈറ്റ്, അടുത്തതിലോട്ട് ഒരു ട്രിപ്പിൾ ക്രോഷ്യ. നമ്മുടെ താഴെയുള്ള പാറ്റേൺ ഫോളോ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇൻക്രീസ് ഒക്കെ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് പാറ്റേൺ ഉണ്ട്. ഇനി അടുത്ത ചെയിനിലോട്ട് ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, അതായത് 2 വട്ടം ഇൻക്രീസ്, അതായത് 2 ചെയിൻ ചെയ്യണം എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. 2 സ്റ്റിച്ച് ഈ ഒരു സെയിം സ്റ്റിച്ചിലോട്ട് ചെയ്യണം, അതാണ് 2 ഇൻക്രീസ്. അതിനുശേഷം അടുത്ത ചെയിനിലോട്ട് പിന്നെയും ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ സ്റ്റിച്ച്. മനസ്സിലാവും ഈ 3 സ്റ്റിച്ച് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അത് ബാക്കി വന്നാലാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് അവിടെ ഫോം ആവത്തുള്ളൂ. ഓൾറൈറ്റ്, അപ്പം ഞാനത് അവിടെ വിട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു പാനലിൽ ചെയ്തില്ലേ, ഈ ഒരു വൈറ്റിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒരു ചെയിൻ ഹൈറ്റ് ഇട്ടിട്ട് ഇനിയുള്ള 12 സ്റ്റിച്ച്, ഇവിടെ 12 സ്റ്റിച്ചാണ് ഇപ്പോഴും ഉള്ളത്, ആ 12 സ്റ്റിച്ചിലോട്ടും സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. അപ്പോൾ 1 2 3. അപ്പം നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് ഈ ഒരു വീൽ ഉണ്ടാക്കാൻ ആദ്യത്തെ 2 എണ്ണം ഹാഫ് ഡബിൾ ക്രോഷ്യാണ് സ്റ്റിച്ചാണ് ഉപയോഗിച്ചത്. ബാക്കി ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, പിന്നെയും ട്രിപ്പിൾ ക്രോഷ്യ. അങ്ങനെയാണ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ കളർ ചേഞ്ചിൽ നമ്മൾ ആദ്യത്തെ 2 എണ്ണം സിംഗിൾ ക്രോഷ്യാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് മുതൽ നമ്മൾ ബാക്ക് ലൂപ്പ് പുള്ളി ചെയ്യുകയാണ്. ബാക്ക് ലൂപ്പ് പുള്ളി ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പാറ്റേൺ നമ്മുടെ ആ ഒരു ടെക്സ്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിവിടെ കണ്ടോ, ടെക്സ്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് പാറ്റേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടെക്സ്ചർ വരില്ല, ബൾജിങ് അല്ലെങ്കിൽ ഒരു റിഡ്ജ്ഡ് എഫക്റ്റ് വരത്തില്ല. അതാണ് സംഭവം. ഇനി
നമ്മളിതേ ലാസ്റ്റ് ആ ഒരു സിംഗിൾ ക്രൂഷ്യയിലോട്ട് എത്തി. ലാസ്റ്റ് സിംഗിൾ ക്രൂഷ്യയിലോട്ട് എത്തിയപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ, വൈറ്റിന് ചെയ്ത പോലെ തന്നെ ഞാൻ ഈ ഒരു കളറാണ് നെക്സ്റ്റ് ലീഫിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിംഗിൾ ക്രൂഷ്യ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡാർക്ക് ബ്ലൂ കളർ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തു. ഞാൻ സിംഗിൾ ക്രൂഷ്യ കംപ്ലീറ്റ് ചെയ്ത് ഒരു ചെയിൻ 1 ഇട്ടു. ചെയിൻ 1 നമ്മുടെ നെക്സ്റ്റ് റോക്കുള്ള ഹൈറ്റ്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫസ്റ്റ് റോ ചെയ്തില്ലേ, ആ ഫസ്റ്റ് റോ ചെയ്തത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പ് ഉള്ളിൽ കൂടെയാണ്. എന്താണ് ചെയ്യുന്നത്, ഹാഫ് ഡബിൾ ക്രൂഷ്യയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രൂഷ്യ ബാക്ക് ലൂപ്പ് ഉള്ളി സ്റ്റാർട്ട് ചെയ്യുക. ഹാഫ് ഡബിൾ ക്രൂഷ്യ ബാക്ക് ലൂപ്പ് ഉള്ളി, പിന്നെയും ഹാഫ് ഡബിൾ ക്രൂഷ്യ ബാക്ക് ലൂപ്പ് ഉള്ളി, പിന്നത്തേൽ ഡബിൾ ക്രൂഷ്യ ബാക്ക് ലൂപ്പ് ഉള്ളി, പിന്നേൽ ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ബാക്ക് ലൂപ്പ് ഉള്ളി. ഇനി ഈ 3 സ്റ്റിച്ച് ലാസ്റ്റ് പിന്നെയും ബാക്കി വരും. തിരിച്ച് സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രൂഷ്യ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്തതിൽ സിംഗിൾ ക്രൂഷ്യ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രൂഷ്യ, അങ്ങനെ 12 എണ്ണം. അപ്പോൾ 12ാമത്തേൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്രൂഷ്യ വെച്ചിട്ട് നമ്മൾ എൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ റിഡ്ജ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം ഇപ്പോൾ 12 ലീഫുണ്ട്. 12 ലീഫ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു സൂത്രപ്പണിയും കൂടെ ചെയ്താലാണ് നമുക്ക് ഇത്രയായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഈ നൂല് ഇങ്ങനെ ചുരുണ്ട് പോണ നൂലാണ് കേട്ടോ. അത് ഞാൻ ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയത്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം, ഇപ്പം തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ റിഡ്ജിൻ്റെ 12 പെറ്റൽ വരിക. 10 പെറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ഇത്രേ വരത്തുള്ളൂ. ഇവിടെ വന്ന് ജോയിൻ ആവും. ഓക്കെ, അത് നിങ്ങളുടെ വലിപ്പം അനുസരിച്ചിട്ട് വേണമെങ്കിൽ 12 എണ്ണം ആക്കാം, കുഴപ്പമില്ല. ഇനി വേറൊരു ഇത് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് ഞാൻ റിഡ്ജ് ഇടാണ്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കുക. ഓക്കെ, റിഡ്ജ് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. റിഡ്ജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടെക്സ്ചർ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ടെക്സ്ചർ വ്യത്യാസമുണ്ട്. അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ റിഡ്ജായിട്ട് ഇരിക്കണതാണ്. നമ്മുടെ കോഫി കപ്പൊക്കെ വയ്ക്കാനുള്ളതല്ലേ, അപ്പം നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ ഒരു എക്സ്ട്രാ നൂല്, അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു അക്രിലിക് ആണിൻ്റെ കേട്ടോ. അക്രിലിക് ആണിൻ്റെ ഞാൻ ഏകദേശം ഇത്രയും നീളത്തിന് ഞാൻ കട്ട് ചെയ്തിട്ട്, ഇത്രയും നീളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. അതായത് ഇൻസേർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ വൈറ്റ് ആണാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കളർ മാറി ഇരുത്താലും ഡാർക്കർ കളർ എടുത്താലും കുഴപ്പമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ അതുപോലെ എക്സ്ട്രാ സ്യൂ ചെയ്ത് സെക്യൂർ ചെയ്ത് കൂടെ കൂട്ടിയതാട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയാം. എൻ്റെ മൂർച്ച ഇച്ചിരി പോയിരിക്കുകയാണ് കണ്ടോ, കട്ട് ചെയ്ത് കളയാം. പിന്നെ യാതൊരു പ്രശ്നമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയണേന്. ഇത് ഇവിടെ ഓൾറെഡി സെക്യൂർ ആയി. നമ്മളിത് ഇത്രയും നൂലാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാണ് ഇതിൻ്റെ ഈ ഒരു അറ്റത്തേക്കൂടെ കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഈ ഒരു ഇത്തിരി വാല്യൂ ഇട്ടിട്ട് നമ്മൾ ഇതുവഴി ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ ആ അറ്റം വരെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 സൈഡിൽ നിന്നും വലിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്ലോസ് ആകും കേട്ടോ. 2 സൈഡിൽ നിന്ന് ഒരുമിച്ച് വലിക്കണേ, അല്ലെങ്കിൽ നൂലിങ്ങോട്ട് ഊർന്നു പോരുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റ് കെട്ടിടാം. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ക്ലോസ് ആക്കിയതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ സ്യൂ ചെയ്തെടുക്കാൻ പോകണം. അതായത് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മളിത് മാക്സിമം ടൈറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോഴാണ് ആ സെൻറ്ററിൽ ഹോൾ ഇല്ലാണ്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് നമ്മളിത് ജസ്റ്റ് 6 ആഗ് ക്രോസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് കുഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇത് അതിൻ്റെ അറ്റമാണ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ക്ലോസ് ചെയ്ത് തന്നെ ക്ലോസ് ആയി കൊടുക്കണം. നമുക്ക് കറക്റ്റ് ഒരു സെക്യൂർ ആയിട്ടുള്ളൂ. അങ്ങനെ 2 വട്ടം അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ട് സെക്യൂർ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ്. സ്റ്റിച്ച് പോകണം.
ആ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊരു നൂലില്ലേ, ആ നൂല് വെച്ചിട്ടും കൂടെ നമ്മൾ സെക്യൂർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടെ സ്യൂ ചെയ്ത് പിടിപ്പിക്കുക. അതായത് ദേ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു നൂലുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ സ്യൂ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടു മുന്നേ ഈ ഒരു എൻഡ് ചെയ്തില്ലേ, ആ എൻഡ് നൂല് വെച്ചിട്ട് തന്നെ സ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഐദർ വേ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പം ഞാൻ ഇതിവിടെ സ്യൂ ചെയ്ത് കയറ്റാൻ പോവാണ്. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് നമ്പറൊക്കെ ഒരേപോലെ ആയതുകൊണ്ട് ഇതിൽ വലിയ വലിപ്പ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു കോസ്റ്റർ വരും. ഇനി നമ്മളിതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്താലാണ് ഇത് കണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചെയിനും നമ്മൾ എൻഡ് ചെയ്ത ആ ഒരു നൂലും പിന്നെ ഇപ്പം നമ്മൾ സ്യൂ ചെയ്തെടുത്തതും ഇതൊഴിച്ച് വേറെ ഒന്നും നമുക്ക് അവിടെ സ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും നീറ്റായിട്ട് കിട്ടും. നമ്മളത് അപ്പം തന്നെ സെക്യൂർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഫൈനൽ പ്രൊഡക്റ്റ് വരിക. ഫൈനൽ പ്രൊഡക്റ്റ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു കോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എളുപ്പമല്ലേ? വെരി സിമ്പിളായിട്ട് ഒരു അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോസ്റ്റർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഗിഫ്റ്റ് ചെയ്യൂ. വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു കളർ തീമിനനുസരിച്ച് നന്നായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെയുള്ള വീഡിയോയും ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ.